ഹൈ ഓൾ ഒരിക്കലും ഇൻസ്പയർ ടെക്നിക്കൽ PSC എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതായത് 4-stroke ഡീസൽ എഞ്ചിൻ ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 1800 RPM. ഡ്യൂറേഷൻ ഓഫ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇസ് 20 ഡിഗ്രി. ദ ടൈം ഇൻ സെക്കൻഡ്സ് ഡ്യൂറിംഗ് വിച്ച് ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് വുഡ് ബി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഒരു സിമ്പിൾ വേയിൽ നമുക്കിത് ചെയ്യാം. കാരണം നമുക്കറിയാം ഇവിടെ 1800 RPM തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കുക 1800 RPM 1800 RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അതായത് 60 സെക്കൻഡിലാണ് ഈ 1800 RPM വരുന്നത്. അപ്പൊ നമുക്ക് ഈ 20 ഡിഗ്രിയിൽ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടെന്നാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ 1800 തവണ റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം 1800 ഇൻറ്റു 360 ഡിഗ്രിയാണ് നമുക്ക് ടോട്ടൽ റൊട്ടേഷൻ വരുന്നത്. അത് എത്ര സെക്കൻഡ് കൊണ്ട്? 60 സെക്കൻഡ് കൊണ്ടാണ്. ജസ്റ്റ് നമുക്ക് ആ പ്രൊപ്പോർഷന്റെ അത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം ഈക്വൽ ടു 20 ഡിഗ്രിയിൽ എത്രയുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു സിംപ്ലി നമുക്ക് എന്ത് എഴുതാം? 60 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 360 എന്ന് എഴുതാം. ജസ്റ്റ് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സിംപ്ലി 1/540 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ടൈം എല്ലാവരും ഇത് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് വേ തന്നെ ചെയ്യുക. കാരണം ഈ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ ഇതെന്താണ് ആൻസർ? 1/140 എന്നുള്ളതാണ് കൃത്യമായ ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര ഡിഫിക്കൽറ്റി ഒന്നുമില്ല. അപ്പൊ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോം ദ പാർട്ട് ഓഫ് എ ഫ്യൂവൽ സപ്ലൈ ഓഫ് ഡീസൽ എഞ്ചിൻ? ഏതാണ്? എയർ ക്ലീനർ ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഡീസൽ എഞ്ചിൻ, എയർ ക്ലീനർ ഏറ്റവും എഫക്റ്റീവ് ഏതാണ്? ഓയിൽ ബത്ത് ടൈപ്പ് ആണ്. ടൈപ്പ് ഓഫ് നമ്മൾ പഠിച്ചതാണ്. In diesel engine, the pipe carrying fuel pump to the nozzle is made of steel. Thermal efficiency diesel engine 30%. Okay. അപ്പൊ ഇതൊക്കെ പ്യുവർ തിയറി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് വലിയ ഡിഫിക്കൽറ്റി നമുക്ക് വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഡിസ്കഷനിൽ പങ്കാളികളാവാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതായിരിക്കും തൽക്കാലം. ബൈ, ടേക്ക് കെയർ.